എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ നീലക്കടലാസിലെ കനവുകൾ എന്ന ഈ പ്രണയകഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 5. കത്തുകളുടെ മറുപടി. മുത്തച്ഛന്റെ ആ മുന്നറിയിപ്പ് ആകാശിൽ ഒരു വല്ലാത്ത ഭാരം നിറച്ചു. ഗ്രാമത്തിലെ സന്ധ്യകൾക്ക് ഇപ്പോൾ ഒരുതരം നിഗൂഢതയുള്ളതുപോലെ അവന് തോന്നി. ഓരോ വീടിന്റെ ഉമ്മറത്തും ഇരിക്കുന്നവർ തങ്ങളെ തന്നെയാണോ നോക്കുന്നത്? കാറ്റിൽ പറന്നു നടക്കുന്ന സംസാരങ്ങളിൽ തങ്ങളുടെ പേരുകളുണ്ടോ? ആ കാലഘട്ടത്തിൽ പ്രണയം എന്നത് ഒരു സ്വകാര്യ വിപ്ലവമായിരുന്നു. മൊബൈൽ ഫോണുകളിലെ ഡിലീറ്റ് ബട്ടണുകളില്ലാത്ത ആ കാലത്ത് തെളിവുകൾ എന്നും കടലാസുകളിൽ അവശേഷിക്കുമായിരുന്നു. മീര നൽകിയ ആ ചെറിയ പൊതിയുമായി അവൻ തന്റെ മുറിയിലെത്തി. ജനലുകൾ അടച്ചു. വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൾ നൽകിയ ആ നീലക്കടലാസ് നിവർത്തി. അതിൽ പടർന്നു കിടക്കുന്ന മഷിയക്ഷരങ്ങൾക്ക് ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധമായിരുന്നു. മീരയുടെ കൈപ്പടയ്ക്ക് ഒരു പ്രത്യേക ഒഴുക്കുണ്ട്, പുഴ ഒഴുകുന്നത് പോലെ. കത്തിൽ അവൾ ഇങ്ങനെ തുടങ്ങിയിരുന്നു: പ്രിയപ്പെട്ട ആകാശ്, റേഡിയോയിലെ ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ചുപോയി. എന്റെ മുറിയിലെ ഇരുട്ടിൽ ആ സംഗീതം നിറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ലോകം മുഴുവൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. പക്ഷെ അത് നമ്മൾ തമ്മിലുള്ള ഒരു രഹസ്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ആശ്വാസം വാക്കുകൾക്കപ്പുറമാണ്. പക്ഷെ ആകാശ്, എനിക്ക് പേടിയാകുന്നു. വാസു മെമ്പർ അച്ഛനോട് വായനശാലയിൽ വെച്ച് നിങ്ങളെ കണ്ട കാര്യം സംസാരിക്കുന്നത് ഞാൻ അടുക്കളയിൽ നിന്ന് കേട്ടു. അച്ഛന്റെ മുഖം മാറുന്നത് ഞാൻ കണ്ടു. ഈ ഗ്രാമം നമ്മളെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ അവൾ തന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് എഴുതിയിരുന്നു. ഒരു കൊച്ചു വീട്, നിറയെ പുസ്തകങ്ങളുള്ള ഒരു മുറി, വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കേൾക്കാൻ കുറച്ച് പാട്ടുകൾ. എത്ര ലളിതമായ സ്വപ്നങ്ങൾ! പക്ഷേ ആ കാലഘട്ടത്തിൽ ആ ലാളിത്യത്തിന് പോലും വലിയ വില നൽകേണ്ടി വന്നിരുന്നു. ആകാശ് ആ കത്തിന് മറുപടി എഴുതാനിരുന്നു. അവൻ തന്റെ ഡയറിയിൽ നിന്ന് ഏറ്റവും നല്ല കടലാസ് തിരഞ്ഞെടുത്തു. പേനയുടെ തുമ്പ് കടലാസിൽ തൊട്ടപ്പോൾ അവന്റെ ഉള്ളിലെ വികാരങ്ങൾ അണപൊട്ടിയൊഴുകി. മീരെ, നിന്റെ പേടി എനിക്ക് മനസ്സിലാകും. മുത്തച്ഛനും ഇന്ന് എന്നോട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ ഞാൻ മറന്നുപോയ ഒരു കാര്യം ഈ ഗ്രാമം എന്നെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റൊരാളുടെ അധികാരപരിധിയിലാണെന്ന സത്യം. പക്ഷേ മീരെ, ഈ കത്തുകൾ നമ്മെ ബന്ധിപ്പിക്കുന്ന ചങ്ങലകളാണ്. ഒരു പക്ഷേ നേരിട്ട് കാണാൻ നമുക്ക് കഴിയില്ലായിരിക്കും. പക്ഷേ ഈ വരികളിലൂടെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. വാസു മെമ്പറോ അച്ഛനോ നമ്മുടെ മനസ്സിനെ കാണുന്നില്ലല്ലോ. നഗരത്തിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് മുത്തച്ഛൻ പറഞ്ഞു. പക്ഷെ നിന്നെ ഇവിടെ തനിച്ചാക്കി പോകാൻ എനിക്ക് കഴിയില്ല. നിന്റെ ഓരോ ശ്വാസവും ഈ വരികളിൽ ഞാൻ തൊട്ടറിയുന്നു. അവൻ ആ കത്ത് മടക്കി. അതിനുള്ളിൽ വാടിക്കരിഞ്ഞ ഒരു ഇലഞ്ഞിപ്പൂവ് കൂടി അവൻ വെച്ചു. ഇത് എങ്ങനെ അവൾക്ക് എത്തിക്കും എന്നതാണ് അടുത്ത പ്രശ്നം. കണ്ണൻ ഇന്ന് വന്നിട്ടില്ല. വായനശാലയിൽ പോകുന്നത് ഇപ്പോൾ അപകടമാണ്. അന്ന് രാത്രി ആകാശ് ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. പുറത്ത് നിലാവുണ്ട്. പാടവരമ്പത്ത് തെങ്ങോലകൾ കാറ്റിലാടുന്നത് അവൻ നോക്കി നിന്നു. പെട്ടെന്ന് താഴെ പടിപ്പുരയ്ക്കൽ ആരോ നിൽക്കുന്നത് അവൻ കണ്ടു. അത് കണ്ണനായിരുന്നു. അവൻ വേഗത്തിൽ താഴേക്കിറങ്ങി. എന്താടാ ഈ സമയത്ത്? ആകാശ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ചേച്ചി തന്നയച്ചതാ. ഇത് നാളെ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ എല്ലാവരും സംശയത്തിലാണ്. കണ്ണൻ ഒരു ചെറിയ കുറിപ്പ് നൽകി. ആകാശ് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്ത് കണ്ണനെ ഏൽപ്പിച്ചു. ഇത് ചേച്ചിക്ക് കൊടുക്കണം, ആരും കാണരുത്. കണ്ണൻ അത് വാങ്ങി ഇരുട്ടിലേക്ക് മറഞ്ഞു. ആകാശ് തിരികെ മുറിയിലെത്തി ആ കുറിപ്പ് വായിച്ചു. അതിൽ ഒരൊറ്റ വരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നാളെ വൈകുന്നേരം ക്ഷേത്രക്കടവിൽ വരരുത്. അവിടെ ആളുകൾ കാവലുണ്ട്. നമുക്ക് കത്തുകൾ വഴി മാത്രം സംസാരിക്കാം. കാത്തിരിക്കുക. ഒരു വിരഹത്തിന്റെ തുടക്കമായിരുന്നു. നേരിട്ടുള്ള കണ്ടുമുട്ടലുകൾക്ക് വിരാമമിട്ട് വെറും കടലാസുകളിലൂടെ മാത്രം ജീവിക്കാൻ അവർ നിർബന്ധിതരായി. ആ പ്രണയകഥയിൽ ദൂരങ്ങൾ കിലോമീറ്ററുകളായിരുന്നില്ല, മറിച്ച് മൗനത്തിന്റെ വലിയ മതിലുകളായിരുന്നു. ആകാശ് തന്റെ റേഡിയോ അണച്ചു. പാട്ടുകൾക്കിപ്പോൾ ഒരു സങ്കടത്തിന്റെ ഈണമായിരുന്നു. അവൻ ജനാലയിലൂടെ മീരയുടെ വീടിന് നേരെ നോക്കി. അവിടെ ഒരു വിളക്കും കത്തുന്നില്ല. ഇരുട്ട് അവരെ വേർപെടുത്തുകയായിരുന്നു. പക്ഷേ ആ കത്തുകൾ നൽകിയ ആത്മവിശ്വാസം അവരുടെ ഉള്ളിൽ ഒരു ചെറിയ വെളിച്ചമായി അവശേഷിച്ചു. ഗ്രാമത്തിലെ പൂരത്തിന് കൊടിയേറി. ഒരു ഗ്രാമീണ ഉത്സവം എന്നത് വെറുമൊരു ആഘോഷമായിരുന്നില്ല, അത് ഒരു നാടിന്റെ വികാരമായിരുന്നു. പണ്ട് മൊബൈൽ ക്യാമറകളും സോഷ്യൽ മീഡിയകളും ഇല്ലാതിരുന്ന ആ കാലത്ത് ആളുകൾ പരസ്പരം കാണാനും മിണ്ടാനും കാത്തിരുന്ന അപൂർവ നിമിഷങ്ങളായിരുന്നു പൂരപ്പറമ്പുകൾ. ചെണ്ടമേളത്തിന്റെ ഇടിമുഴക്കവും ആനച്ചമയങ്ങളുടെ തിളക്കവും ഗ്യാസ് ലൈറ്റുകളുടെ മഞ്ഞ വെളിച്ചവും ചേർന്ന് ഗ്രാമത്തിന് ഒരു പുതിയ മുഖം നൽകി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആകാശും മീരയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. വാസു മെമ്പറുടെ കണ്ണുകൾ ശ്രീനിലയത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടെന്ന് മുത്തച്ഛൻ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മീരയെ അവളുടെ അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ലെന്ന വാർത്ത കണ്ണൻ വഴി ആകാശ് അറിഞ്ഞു. പക്ഷേ ഈ ഉത്സവരാത്രി അവർക്ക് നൽകിയ ഒരു ചെറിയ പ്രതീക്ഷയായിരുന്നു. ഗ്രാമത്തിലെ സകല മനുഷ്യരും ഒത്തുചേരുന്ന ആ ആൾക്കൂട്ടത്തിനിടയിൽ ആരും തങ്ങളെ ശ്രദ്ധിക്കില്ലെന്ന് അവർ വിശ്വസിച്ചു. ആകാശേ, നീ ഉത്സവത്തിന് പോകുന്നില്ലേ? ഇന്ന് രാത്രിയാണ് പാണ്ടിമേളം. നിനക്ക് സംഗീതം ഇഷ്ടമല്ലേ? മുത്തച്ഛൻ ചോദിച്ചു. ഉണ്ട് മുത്തച്ഛ, ഞാൻ പോകുന്നുണ്ട്. കുറച്ചു വൈകിട്ടിറങ്ങാം.
ആകാശ് തന്റെ വെള്ളക്കുർത്തയും മുണ്ടുമെടുത്തു. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പോക്കറ്റിൽ മീരയ്ക്കായി കരുതിയ ഒരു ചെറിയ കത്തുണ്ട്. അതിലെഴുതിയിരുന്നത് ഒരൊറ്റ കാര്യമാണ്: ആൽമരത്തിന് പിന്നിലെ പഴയ കുളക്കടവിൽ 10 മണിക്ക്. ഉത്സവപ്പറമ്പിലെത്തിയപ്പോൾ ആകാശ് ആകെ അമ്പരന്നുപോയി. വർണ്ണവിളക്കുകൾ, കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകൾ, വളക്കടകളിൽ നിന്നുള്ള കിലുക്കം, കുട്ടികളുടെ ആർപ്പുവിളികൾ, എല്ലാം കൂടി ഒരു മാന്ത്രിക ലോകം. ആൾക്കൂട്ടത്തിനിടയിലൂടെ അവൻ മീരയെ തിരഞ്ഞു. ദൂരെ ഒരു കൂട്ടം സ്ത്രീകൾക്കിടയിൽ അവൾ നിൽക്കുന്നത് അവൻ കണ്ടു. കടും ചുവപ്പ് നിറത്തിലുള്ള പട്ടുപാവാടയും ബ്ലൗസും ധരിച്ച് മുടിയിൽ മുല്ലപ്പൂ ചൂടി അവൾ ഒരു ദേവതയെപ്പോലെ തോന്നിപ്പിച്ചു. അവൾക്കൊപ്പം അവളുടെ അമ്മയും ബന്ധുക്കളും ഉണ്ടായിരുന്നു. ആകാശ് അവളുടെ ദൃഷ്ടിയിൽപ്പെടാൻ ശ്രമിച്ചു. പെട്ടെന്ന് മീരയുടെ കണ്ണുകൾ അവനിൽ ഉടക്കി. ആ നോട്ടത്തിൽ ഒരു വിങ്ങലുണ്ടായിരുന്നു, ഒപ്പം ഒരു ചെറിയ പുഞ്ചിരിയും. അവൾ തന്റെ കൈവിരലുകൾ കൊണ്ട് 10 എന്ന് ആംഗ്യം കാണിച്ചു. അവൾ തന്റെ സന്ദേശം നേരത്തെ തന്നെ കണ്ണൻ വഴി അറിഞ്ഞിരുന്നു. രാത്രി 10 മണിയായി. ചെണ്ടമേളം മുറുകുകയാണ്. ആളുകളെല്ലാം പൂരപ്പന്തലിന് ചുറ്റും കൂടിയിരിക്കുന്നു. ആ ആൾക്കൂട്ടത്തിന്റെ മറവിൽ ആകാശ് പതുക്കെ പിൻവാങ്ങി. ഉത്സവപ്പറമ്പിന്റെ കോലാഹലങ്ങളിൽ നിന്ന് മാറി ഇരുട്ട് വീണ ആ പഴയ കുളക്കടവിലേക്ക് അവൻ നടന്നു. ആൽമരത്തിന്റെ ഇലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന നിലാവെളിച്ചം കുളത്തിലെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മരങ്ങൾക്കിടയിലൂടെ ഒരു നിഴൽ നീങ്ങി വരുന്നത് അവൻ കണ്ടു. അത് മീരയായിരുന്നു. അവൾ അപ്പോഴും കിതയ്ക്കുന്നുണ്ടായിരുന്നു. മീരെ, ആകാശ് അവളുടെ കൈകളിൽ പിടിച്ചു. ആകാശ്, എനിക്ക് പേടിയാകുന്നു. അമ്മ തിരക്കും. ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോകുകയാണെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്, അവൾ കിതപ്പടക്കി പറഞ്ഞു. പേടിക്കണ്ട മീരെ, ആരും കാണില്ല. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഞാൻ എത്ര ദിവസമായി കാത്തിരിക്കുന്നു എന്നറിയാമോ? ആകാശ് അവളുടെ മുഖം തന്റെ കൈപ്പിടിയിൽ ഒതുക്കി. ആ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അച്ഛൻ എന്നെ എപ്പോഴും നിരീക്ഷിക്കുകയാണ്. വായനശാലയിൽ പോകുന്നതും മുടക്കി. ആകാശ്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? നമ്മൾ ചെയ്ത തെറ്റെന്താണ്? അവളുടെ ശബ്ദമിടറി. നമ്മൾ തെറ്റൊന്നും ചെയ്തില്ല മീരെ. സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഈ പൂരത്തിന്റെ ശബ്ദം നാളെ നിലയ്ക്കും, പക്ഷേ എന്റെ ഉള്ളിലെ ഈ താളം നിനക്ക് വേണ്ടിയുള്ളതാണ്. ആകാശ് തന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന കത്ത് നൽകി. അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ പൊതി അവന് നൽകി. ഇതിൽ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ സമ്മാനമാണ്. ഇത് സൂക്ഷിച്ചു വെക്കണം. ദൂരെ നിന്ന് ആ പടക്കങ്ങൾ പൊട്ടുന്ന ശബ്ദം കേട്ടു. ആകാശം വർണ്ണാഭമായ വെളിച്ചങ്ങൾ കൊണ്ട് നിറഞ്ഞു. ആ നിമിഷം അവർ പരസ്പരം നോക്കി നിന്നു. ചുറ്റുമുള്ള ലോകം അപ്പോഴും ബഹളമയമായിരുന്നു. പക്ഷേ ആ കുളക്കടവിൽ അവർ രണ്ടുപേരും മാത്രമുള്ള ഒരു നിശബ്ദമായ പ്രപഞ്ചമുണ്ടായിരുന്നു. മീരെ, നിനക്ക് പോകാൻ സമയമായി, ആകാശ് വേദനയോടെ പറഞ്ഞു. അവൾ പതുക്കെ തിരിഞ്ഞു നടന്നു. ആകാശ്, കാത്തിരിക്കണം. കത്തുകൾ വരും. അവൾ ആൾക്കൂട്ടത്തിലേക്ക് മറയുന്നത് അവൻ നോക്കി നിന്നു. അന്ന് രാത്രി ഉത്സവപ്പറമ്പിലെ ആ ബഹളങ്ങൾക്കിടയിലും ആകാശിന്റെ മനസ്സ് ശാന്തമായിരുന്നു. ആ അപകടം നിറഞ്ഞ കണ്ടുമുട്ടൽ അവർക്ക് നൽകിയ ധൈര്യം ചെറുതല്ലായിരുന്നു. പക്ഷേ ആൽമരത്തിന്റെ മറവിൽ നിന്ന് അവരെ നോക്കി നിൽക്കുന്ന മറ്റൊരു ജോഡി കണ്ണുകളെ അവർ കണ്ടിരുന്നില്ല. വാസു മെമ്പറുടെ ഒരു സഹായി അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പൂരത്തിന്റെ വെളിച്ചമണിയുമ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയിൽ അവസാനിച്ചു. ആകാശ് വീട്ടിലേക്ക് നടക്കുമ്പോൾ തന്റെ കയ്യിലെ ആ ചെറിയ പൊതി മുറുക്കി പിടിച്ചിരുന്നു. അതിൽ ഒരു ഉണങ്ങിയ ഇലഞ്ഞിപ്പൂവും മീരയുടെ ഒരു മുടിയിഴയും ഉണ്ടായിരുന്നു. 2000ങ്ങളിലെ പ്രണയത്തിൽ ഇതൊക്കെ വലിയ നിധികളായിരുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.